വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിലെ പലയിടങ്ങളിലും മൊബൈൽ റേഞ്ചില്ല. ടവറിന് സമീപം BSNL ടവർ ഉണ്ടെങ്കിലും വൈദ്യുതി നിലച്ചാൽ സിഗ്നൽ പ്രവർത്തിക്കാത്തതിനാൽ നെറ്റ്വർക്കും ഉണ്ടാവില്ല. ജനറേറ്ററും ബാറ്ററിയും ഉൾപ്പെടെയുള്ള ടവറിന്റെ അനുബന്ധ സാമഗ്രികളെല്ലാം കാലഹരണപ്പെട്ട നിലയിലുമാണ്. എപ്പോൾ വേണമെങ്കിലും അപകടം ഉണ്ടാകാവുന്ന നിലയിൽ ടവറിന്റെ സിഗ്നലിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന വയർ നിലത്തുകൂടിയാണ് കിടക്കുന്നത്. വാഗമണിലെ മൊബൈൽ റേഞ്ച് പ്രശ്നം പരിഹരിക്കാൻ 3 കിലോമീറ്റർ അകലെ ചോറ്റുപാറയിൽ സോളാർ പാനലിൽ പ്രവർത്തിക്കുന്ന BSNL ടവർ 1 വർഷം മുമ്പ് പണി തുടങ്ങിയെങ്കിലും ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ ഇവിടേക്ക് ആരും തിരിഞ്ഞു നോക്കാറില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. നാളെ വരെ കഴിഞ്ഞ ഈ 3-4 ദിവസമായിട്ട് കാലാവസ്ഥ ഭയങ്കര മോശമായ രീതിയിൽ ഇരുന്ന സമയത്ത് ഈ BSNLന്റെ റേഞ്ച് ഈ നാട്ടിൽ കിട്ടുന്നില്ല. ഒരു മനുഷ്യനും അതുപോലെ ഫോണെല്ലാം നിലച്ചു പോയ ഒരു സാഹചര്യമായിരുന്നു. അപ്പം ഇപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ കാട് പിടിച്ചത് നോക്കാനായിട്ട് സുരക്ഷിതമായിട്ട് നോക്കാനോ പിടിക്കാനോ ഒരാളില്ല. അത് അടിയന്തരമായിട്ട് സ്വകാര്യ നെറ്റ്വർക്ക് ദാതാക്കളുടെ റേഞ്ച് കിട്ടുന്നതാണ് ആശ്വാസം. എന്നാൽ എല്ലായിടങ്ങളിലും നെറ്റ്വർക്ക് കിട്ടാറുമില്ല. BSNL കണക്ഷൻ മാത്രമുള്ള സഞ്ചാരികളാണ് വാഗമണിൽ എത്തുന്നതെങ്കിൽ വലഞ്ഞത് തന്നെ. മഴക്കാലത്ത് മിക്കപ്പോഴും വൈദ്യുതി തടസ്സമുണ്ട്. കറണ്ട് പോയാൽ ആകെയുള്ള BSNL റേഞ്ചും ഇല്ലാതാകും. വാഗമണിൽ എല്ലായിടങ്ങളിലും എല്ലാ മൊബൈൽ ദാതാക്കളുടെയും നെറ്റ്വർക്ക് ലഭ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെയും സഞ്ചാരികളുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, വാഗമൺ.